എല്ലാവർക്കും ഉള്ള ഒരു മെയിൻ പ്രശ്നമാണ് ഇങ്ങനത്തെ കാറുകളൊക്കെ എവിടെ കൊണ്ടേ വെക്കും എന്നുള്ളത്. എന്നാൽ പിന്നെ നമുക്ക് ഈ കാറുകളൊക്കെ വെക്കാനായിട്ട് ഒരു ഷെൽഫ് ഉണ്ടാക്കി എടുത്താലാ. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന എല്ലാ കാറുകളും ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചിട്ട് അതിന്റെ ഹൈറ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ വീതി ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അത് ഇതേപോലത്തെ ഫോർക്ക് ഷീറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കാറിന്റെ കറക്റ്റ് വീതി ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ കാർ വെക്കാനുള്ള സ്പേസ് മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും കാറിന്റെ അളവിനേലും കുറച്ചുകൂടി സ്പേസ് രണ്ട് സൈഡിലും വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യാനായിട്ട് ഫോർക്ക് ഷീറ്റ് ആവശ്യമാണെങ്കിൽ എനിക്ക് റീലെടുത്ത് ഷെയർ ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ പീസായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ആദ്യം തന്നെ ഞാൻ ബോർഡർ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലത്തെ എല്ലാ പീസുകളും ഇതേപോലെ ഓരോന്നോരോന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് പെയിന്റ് അടിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ മാസ്കിൻ ടേപ്പ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാസ്കിൻ ടേപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് കിട്ടും. പക്ഷെ ചില ഏരിയകളിൽ ഉള്ളിലോട്ടൊക്കെ പെയിന്റ് കയറിയിട്ടുണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് വൈറ്റ് വെച്ചൊന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി. ഇനി നമ്മുടെ ഓരോ കാറുകളും ഇതിന്റെ അകത്തേക്ക് നിരത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ അടുത്ത എന്തായിട്ട് ഉണ്ടാക്കണമെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കിട്ടാ.